ബസ് വരുമ്പോ എന്ത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ആദ്യം തന്നെ ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ സീറ്റ് കിടും അല്ലേ? സീറ്റ് കിട്ടാൻ വേണ്ടിട്ട്. മൂപ്പരിപ്പൊ മുണ്ടെടുക്കുന്നതിലും മുണ്ടഴിക്കുന്നതിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ. മൂപ്പര് ആദ്യം തന്നെ മുണ്ടഴിച്ചിട്ട് സ്റ്റേജിന് മുകളിൽ കസേരയിൽ കൊണ്ടുപോയിട്ടു 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് 8 മണിക്ക് പോയിരുന്നിരിക്കുകയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞാൻ എന്റെ ബി ജെ പി സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, നല്ല ചങ്ങായിമാരെ, പൊട്ടന്മാരെ പിടിച്ചിട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അതോ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാവാണോ പതിവ്? എന്താണ് BJP സംഭവിക്കുന്നത്? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു അറ്റത്ത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ലോണം കച്ചവടം ചെയ്ത് പോവായിരുന്നു. എന്താ പറ്റിയത്? വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ വൈകാതെ ചികിത്സിപ്പിക്കാൻ നോക്കണം. BJP-ക്കാർ ഒരു ആവശ്യമില്ലാതെ BJP-ക്കാരെ വിളിച്ചിരുത്തിയിരിക്കുകയാണ് സ്റ്റേജിന് മുകളിലേക്ക്. ആരെ വിളിച്ചിരുത്തി? പിണറായി വിജയൻ വിളിച്ചിരുത്തി. എന്തുകൊണ്ട് വിളിച്ചിരുത്തി? പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിച്ചതുകൊണ്ട് വിളിച്ചിരുത്തി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടി വരും. ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട VD സതീശൻ സംസാരിച്ചാൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ കുറിച്ച് അവിടെ പറയും. അത് തടയാൻ വേണ്ടി നിങ്ങൾ ആരെ വിളിച്ചു? പ്രധാനമന്ത്രിയെ വിളിച്ചു. പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോ BJP സംസ്ഥാന പ്രസിഡന്റ് അവിടെ, പണ്ട് കുമ്മനടിയായിരുന്നെങ്കിൽ ഇപ്പോ രാജനടി എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ മൂപ്പരെ വിളിച്ച് കയറ്റി ഇരുത്തേണ്ടി വന്നു.